പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നല്ലൊരു ദിനം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ സാവകാശങ്ങൾ ഒരുക്കി തരുമ്പോൾ നല്ല ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ ഈ ദിനമായി തീരാം. എഫേസ്യർക്കെതിരെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്കെതിരെ ലേഖനത്തിൽ കൂടെ ദൈവസഭയെ, ദൈവജനത്തെ ഉറപ്പിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. ഈ ലോകത്തിൻ്റെതായ ആയുധങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവ പരാജയത്തിലേക്ക് പലപ്പോഴും കൊണ്ടുപോയേക്കാം. മാനുഷികമായി ബലവും ശക്തിയും കഴിവെന്ന് തോന്നുന്ന പലതും നമ്മെ പരാജയത്തിലേക്ക് നയിക്കുമ്പോൾ ഒരു ദുർദിവസം നമ്മുടെ മുമ്പിൽ വരും. ദുഷ്ടനാകുന്നവൻ നമുക്കെതിരെ വാദിക്കും, വെല്ലുവിളിക്കും, ഉയർക്കും. എന്നാൽ അതിന് മുമ്പിൽ ഉറച്ചു നിൽക്കേണ്ടതിനും ദൈവത്തിന്റെ സർവായുധവർഗം ആണ് നമുക്ക് ആവശ്യം. ആ സർവായുധം ഇതിനെക്കുറിച്ച് ഒത്തിരി പറയുവാനുണ്ടെങ്കിലും ആ വാക്കുകളിൽ അങ്ങനെ നിർത്തിക്കൊണ്ട് പ്രതീക്ഷയോടെ പറയട്ടെ, ഈ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുകയും ഈ വലിയവൻ നമ്മെ ജയാളിയാക്കുകയും ചെയ്യുമ്പോൾ ഈ ദുഷ്ടലോകത്ത് അവന്റെ അടിമത്തത്തിൽ വീണുപോകാതെ, തകർന്നു പോകാതെ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സുവിശേഷവും ദൈവത്തിന്റെ ജ്ഞാനവും പ്രാപിച്ചുകൊണ്ട് നമുക്ക് ദിവസം എതിർത്ത് നിൽപ്പാൻ വലിയവനായ ദൈവം നമ്മെ ഏവരെയും പ്രാപ്തരാക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കട്ടെ. തിരുനാമമഹത്വമായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.